പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ കഴിഞ്ഞ യാത്ര കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു. അത് കഴിഞ്ഞ് സ്നേക് മാസ്റ്റർ ടീം വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. ഈ ഒന്നിക്കുന്നതിൻ്റെ 2 ദിവസങ്ങൾക്ക് മുന്നേ എനിക്ക് 3 അവസരങ്ങൾ കൂടി ഉണ്ടായി. ഒന്ന് 3 ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ 92ാമത്തെ രാജവെമ്പാല പിടിക്കാൻ എനിക്ക് കഴിഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ സീതത്തോടെന്ന് പറയുന്ന സ്ഥലത്ത് പിടിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ കൊല്ലം ജില്ലയിൽ കഴുതുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലം, അതായത് തെന്മല കഴിഞ്ഞിട്ട് കഴുതുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 93ാമത്തെ രാജവെമ്പാല പിടിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം ഉണ്ടായത്, എനിക്ക് തൊടാൻ പോലും കഴിയാത്ത ഒരു ജീവിയെ തൊടാൻ പോലും കഴിഞ്ഞില്ലായിരുന്നു ഇതുവരെ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഇന്നലെ ഉണ്ട്. കഴിഞ്ഞ രാത്രിയിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തിരുവനന്തപുരം പോത്തൻകുടയ്ക്ക് പോകുന്ന വഴി, ശ്രീകാര്യത്ത് പോത്തൻകുടയ്ക്ക് പോകുന്ന വഴിയിൽ കാട്ടായിക്കുളം എത്തുന്നതിന് മുന്നേ മുടവൂർ പാറ എന്ന് പറഞ്ഞൊരു അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, ഗുഹാക്ഷേത്രം. ആ ക്ഷേത്രത്തിനടുത്ത് ഏതോ ഒരു അന്യജീവി വാഹനം അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു. ഞാനവിടെ എത്തി. ചെന്നപ്പോൾ ഊളൻ അഥവാ കുറുക്കനായിരുന്നു. വണ്ടി തട്ടിയിട്ട് കുറുക്കൻ അപകടത്തിൽ കിടക്കും. ഞാൻ അദ്ദേഹത്തെ എടുത്ത് എൻ്റെ 2 വീലർ ആക്റ്റീവയിൽ വെച്ച് രാത്രി 11:30 പാലോട് റേഞ്ച് ഓഫീസറോട് ബന്ധപ്പെടുകയും അദ്ദേഹം ഉടനെ സൂവിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അങ്ങനെ രാത്രി 12 മണിയോടുകൂടി തിരുവനന്തപുരം സൂവിൽ ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാറിന് അത് കൈമാറുകയും അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന അടുത്ത ദിവസമാണ് നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ആഴ്ചയിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. ഇവിടെ ഒരു മാളത്തിനകത്തൊരു അതിഥി ഇരിക്കുന്നു. നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ ആ സ്ഥലത്തെത്തി. നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരാനിരിക്കുന്ന അതിഥി ആരാണ്. അതുകൊണ്ട് തലവിളിയിട്ട് കണ്ട, അതുകൊണ്ട് മുകളിൽ കണ്ട. വന്നോടനെ നമ്മൾ അതിഥിയെ കണ്ട് ഇതായിരിക്കുന്ന മാളത്തിൽ തല പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ പേടിക്കും പോലെ അല്ലെങ്കിൽ ഇവർ ഭയപ്പെടേണ്ട കാര്യമാണ്. കാരണം ഈ കണ്ടിട്ട് ചട്ട പൊഴിക്കുക, സ്കിൻ ഷെഡിയറായി ചട്ട പൊഴിക്കാൻ. അപ്പോൾ ഇത് മിക്കവാറും ഒരു 10-12 ദിവസം ആയിക്കണം ഇവിടെ വന്നിട്ട്. 2-3 ദിവസം കഴിയുമ്പോൾ മാത്രമേ ഇനി ആ സ്കിൻ ഷെഡ് ചട്ട പൊഴിക്കുക. കണ്ടിട്ട് നമുക്കറിയാം കണ്ണിൽ പാടം മൂടിയിരിക്കുന്നു. പാടം മൂടിയിരിക്കുമ്പോൾ അറിയാം അത് ചട്ട പൊഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലിരിക്കുകയാണ്. കണ്ടു. എനിക്ക് തോന്നുന്നത് അത്ര പ്രായക്കാരനൊന്നുമല്ല, ഒരു 5 വയസ്സിന് താഴെ മാത്രമേ പ്രായമുള്ളൂ. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് പണിയേണ്ടി വരും, അത് മൊത്തം കിളയ്ക്കേണ്ടി വരും. പക്ഷേ നമുക്ക് ആ മാളം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. കാരണം ഇപ്പോൾ പാമ്പുകളുടെ മുട്ട വിരിയുന്ന സമയം കഴിഞ്ഞു. പിന്നെ മുട്ട വിരിയാനായിട്ടില്ല. ഇനി എനിക്ക് തോന്നുന്നു ഈ ചട്ട പൊടിക്കാതിരിക്കുമ്പോൾ അടുത്തെങ്ങാനും ആ ഹോളിൻ്റെ അടുത്തെങ്ങാനും ചെറിയ വെള്ളച്ചട്ടകൾ ഇരിക്കുകയാണെങ്കിൽ അവിടെ കുഞ്ഞുങ്ങളുണ്ടാവാൻ സാധ്യത. നമുക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ നമുക്ക് നോക്കാം. അങ്ങനെ ഒരു സാഹചര്യം കൊച്ചു ചട്ടകൾ കാണുന്നില്ല, അപ്പോൾ മുട്ട വരികാനുള്ള സാധ്യതയില്ല. എന്നാലും നമുക്ക് തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ അടങ്കൽ പണിയുടെ ആരംഭം നമുക്ക് ചെയ്യാം. കാരണം ഇവിടുത്തെ അടങ്കൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലായിടത്തും മാളം പിടിക്കലും കിളയിലൊക്കെയാണ് ജോലി. അപ്പോൾ നമുക്ക് നോക്കാം. ഈ മാളം എനിക്ക് തോന്നുന്നത് ഇവിടെ ചേച്ചിയോട് ഞാൻ പറഞ്ഞിരുന്നു 2 ബംഗാളി ചേട്ടന്മാരെ കൂടെ വിളിക്കണമെന്ന് പറയുന്നത്. ഇടിക്കാനൊക്കെ ആൾ വേണം. അപ്പോൾ അവർ 2-3 ബംഗാളി ചേട്ടന്മാരോട് നിന്ന് വിളിച്ച് നിർത്തിയിരിക്കുന്നു. നമുക്ക് തുടങ്ങാം നമ്മുടെ ഇന്നത്തെ ആരോഗ്യം നിലനിർത്താനുള്ള ജോലി. എന്തായാലും ആ മാളം കുറച്ച് വെട്ടി നോക്കിയപ്പോഴത്തേക്ക് അകത്തേക്ക് എനിക്ക് തോന്നുന്നൊരു നല്ല ഉള്ളിലേക്ക് ഒരുപാട് പണിയുണ്ടെന്ന് തോന്നുന്നു. നല്ല ഉള്ളിലേക്ക് ആ മാളം കാണുന്നുണ്ട്. അപ്പോൾ ഈ അതിര് മുഴുവൻ ഇടിക്കേണ്ടി വരും. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഇടിക്കാൻ വെച്ചാൽ അശ്രാന്തമായ പണിയായിരിക്കും. നമുക്ക് ആരെങ്കിലും 2 ലേബറിനെ കൂടെ വിളിച്ചാലേ പറ്റും.
പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ ഡോറ്, അകത്തോട്ട് കയറിയാലോ അതിവിശാലമായ ഷോറൂം. ഇവിടെ മുഴുക്ക വലിയ വലിയ തുറങ്ങി. എനിക്ക് തോന്നുന്നു ഒരു ഊളന് കയറിയിരിക്കാനോ അല്ലെങ്കിൽ കാട്ടുപൂച്ചയ്ക്ക് കയറിയിരിക്കാൻ പറ്റുന്ന സാഹചര്യം ഇതിനകത്തുണ്ട്. നമുക്ക് നോക്കാം. അതിനകത്ത് നമ്മൾ കണ്ടതാണ് വന്നപ്പോൾ. കുഞ്ഞു പാമ്പ്, അത്ര വലുതൊന്നുമല്ല, 4-5 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്. എന്തായാലും നമ്മുടെ അതിഥിയെ നമ്മൾ കയ്യിൽ കിട്ടി. നോക്കൂ, അത് ചട്ട പൊഴിക്കുക, പടം സ്കിൻ ഷെഡ് ചെയ്യാറായിരിക്കും, ചട്ട പടം പൊഴിക്കാറായിരിക്കുന്നു, ഉറ പൊഴിക്കാറായിരിക്കുകയാണ്. അതിന് കണ്ണിന് ചെറിയ ഒരു മറയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 4-5 വയസ്സിനടുത്ത് മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ താഴെ നമ്മുടെ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിന് എനിക്കൊരു കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഇദ്ദേഹം മുട്ട ഇട്ടിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട്. ഇവിടെയാണോന്ന് എനിക്കറിയില്ല. എന്തായാലും ഇദ്ദേഹം മുട്ടയിട്ട ഒരു ലക്ഷണം കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇദ്ദേഹത്തിനെ താഴേക്ക് പോയിട്ട് നമ്മുടെ നാട്ടിൽ കൂടി നിൽക്കുന്ന നമ്മുടെ നാട്ടുകാർക്കൊന്ന് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി കുറച്ചുകൂടി ഒന്ന് മാളം ഒന്ന് തോണ്ടി നോക്കേണ്ടതുണ്ട്, ഒന്ന് മണ്ണ് കിളച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 5 വയസ്സ് മാത്രം പ്രായമുള്ള, 5 വയസ്സിനകത്ത് മാത്രം പ്രായമുള്ള, ഏകദേശം 5 അടിയോളം നീളമുള്ള ഒരു കുഞ്ഞ്, അത്ര വലിയ സൈസൊന്നും അല്ലാത്ത ഒരു പെൺ മൂർഖൻ അഥവാ കോബ്ര അഥവാ സ്പെക്ടിക്കിൾഡ് കോബ്രയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്രയിൽ അധികം എളുപ്പമല്ലെങ്കിൽ പോലും, അധികം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തിന് കിട്ടി. കാരണം നമ്മുടെ പ്രേക്ഷകർ കാണുക. ചട്ട പൊഴിക്കാണ് കണ്ട കണ്ണിന് ഈ നീല ഷെയ്ഡ് വരും, നീല പോലത്തെ കട്ടി ഷെയ്ഡ് വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കണം അത് ചട്ട പൊഴിക്കാറായ പാമ്പാണെന്നുള്ളത്. അതാണ് ഇദ്ദേഹം ഇപ്പോൾ കടിക്കും. അപ്പോൾ ഇതിനെ കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹത്തിനുള്ളൂ. കാരണം ചട്ട പൊഴിക്കാറാകുമ്പോൾ നല്ല ശരീരം നല്ല പെയിൻഫുൾ ആയിരിക്കും, വേദന ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്. ശരീരം ചട്ട പൊഴിക്കാറാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ടാകും, അകത്ത് സ്കിൻസ് സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ തൊടുമ്പോൾ നല്ല വേദന ഉണ്ടാവും. ആ സമയത്ത് ഇദ്ദേഹം ഒരു കടിക്കാൻ സാധ്യത കൂടുതൽ. അതുമാത്രം ഇപ്പോൾ കടി കിട്ടിയാൽ വെനത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. കാരണം ഈ പടം പൊഴിക്കാറായിട്ട്, ചട്ട പൊഴിക്കാറായിട്ട് 10-15 ദിവസമായതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി കാണും. അപ്പോൾ ആ വെനം അതേ ക്വാണ്ടിറ്റിയിൽ ഗ്ലാൻഡിലുണ്ടാവും. ഇപ്പോൾ കടിയേൽക്കുകയാണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കലാവുകയും അതേസമയം ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ അല്പം അളവ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ അതിഥിയെ താഴേക്ക് പോയി നമ്മുടെ നാട്ടുകാർക്കൊന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ബോട്ടിലാക്കിയതിനു ശേഷം നമുക്കിത് ഇവിടെ ഈ മാളത്തിൽ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല, നമ്മുടെ ഈ അതിഥിയെ ബോട്ടിലാക്കിയതിനു ശേഷം നമുക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ട്, അതിനകത്ത് വേറെ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് നമുക്കിത് നോക്കേണ്ട ഉറപ്പൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇത്രയും ദിവസമായതുകൊണ്ടും പെൺപാമ്പാണ് മുട്ടയിട്ടിട്ടുള്ളത് കൊണ്ടും ഇപ്പോൾ മുട്ട വിരിയുന്ന സീസൺ ആയതുകൊണ്ടും നമുക്കൊന്നുകൂടി ആ മാളം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ സാധ്യത 100% ഇല്ല, ഒരു 10% ഉണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ ആ മാളത്തിനകത്ത് നമ്മുടെ കൂട്ടുകാരന്മാരുണ്ടോ എന്ന്. എന്തായാലും നമ്മുടെ മതിൽ കെട്ടാൻ വേണ്ടിയുള്ള അതിരിടിപ്പ് ഗംഭീരമായി നടക്കുന്നു. എന്തായാലും സാധാരണ എല്ലായിടത്തും അതിരിടിക്കാൻ പോകുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഒരു മാമനെക്കൂടെ കിട്ടി, മാമനെക്കൂടെ കേസിൽ പ്രതിയാക്കാം, കണ്ടവൻ്റെ അതിലാണ് ഇടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു അതിഥിയെ കിട്ടി, 5 വയസ്സിന് താഴെ മാത്രമുള്ള ഫീമെയിൽ പെൺ മുറുക്കൻ പാമ്പിനെ, സർപ്പത്തെ, കോബ്രയെ, സ്പെക്ടിക്കിൾഡ് കോബ്രയെ. എന്തായാലും
ഇനിയും ഇദ്ദേഹം ഈ മാളത്തിനകത്ത് ഈ കോഴിക്കൂട്ടിൽ നിന്ന് കുറേ നാളെ ഇവിടെ കോഴിക്കൂട് വെച്ചിട്ട് ഇതിനകത്ത് ഒരു മുട്ട പോലും കിട്ടിയിട്ടില്ല എന്നാണ് അവിടുത്തെ ചേച്ചിയുടെ പരാതി. പക്ഷേ ഇവർ കൊടുത്ത മുട്ട കഴിച്ചിട്ട് പാമ്പിന് വണ്ണം, നമ്മൾ അതിഥിക്ക് വണ്ണവും ഒന്നും ഉണ്ടായിട്ടില്ല, ഉണങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ മാളത്തിനകത്ത് മുട്ട കഴിച്ചിട്ട് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഇത് കക്കും, ഒമക്ടീൻ, ആ കക്കിയ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഇന്നോ ഇന്നലെയോ ഒന്നും ഇവിടെ വന്നതായിരിക്കാൻ സാധ്യതയില്ല. ഇതിന് മുന്നേ കുറേ നാളുകൾക്ക് മുന്നേ ഇവിടെ എത്തിപ്പെട്ടിരിക്കാം ഇദ്ദേഹം. ഇവരെ കണ്ണിൽ കാണാത്തത് കൊണ്ടാണ്, ഇത്രയും മാളം അകത്തേക്ക് നല്ല സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവർക്ക് കഴിയാത്തത്. അതുപോലെ വേക്കൻ്റ് പറമ്പ് മുകളിലോട്ടെല്ലാം നല്ല ഒഴിഞ്ഞ പറമ്പുകളാണ്. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോകും, താഴേക്ക് വരും, ഇവർ കാണുന്നില്ല. അപ്പോൾ എനിക്കൊരു സംശയം ഇതിനകത്തേക്ക് നല്ലൊരു മാളം കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മാളം കൂടി ഒന്ന് തോണ്ടി നോക്കാം, ഒന്ന് ഇടിച്ച് നോക്കാം, കാരണം ഒത്തിരി ഉള്ളിലേക്ക് പോകണം. അപ്പോൾ മാമനെ പോലുള്ള 1-2 പേരും കൂടി സഹായിച്ചാൽ മാത്രമേ നമുക്ക് ഈ സംരംഭത്തിൻ്റെ അവസാനം എത്താൻ കഴിയൂ. അതുപോലെ കാണികളായിട്ട് എല്ലാവരും കൂടി നിന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ 1-2 പേരെങ്കിലും നമ്മളെ കൂടെ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ആ സംരംഭത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്താൻ കഴിയും. എന്തായാലും നമ്മൾ സംശയം കരുതി ഇടിച്ച മാളങ്ങൾ അതിൻ്റെ അവസാനം കണ്ടു. അതിനകത്ത് വേറെ മുട്ടയിട്ടതായിട്ടോ കുഞ്ഞ് വിരിഞ്ഞതായിട്ടൊന്നും ലക്ഷണങ്ങളില്ല. സംശയം തോന്നാൻ കാരണം ഇവിടെ ഈ കോഴിൻ്റെ അടുത്തൊരു കോഴിയുടെ കൂടിരിപ്പുണ്ട്. ഈ കൂട് വെച്ചതിന് ശേഷം ഇന്ന് വരെ കോഴിമുട്ട അതിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ള ചേച്ചി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലക്ഷണം നോക്കിയപ്പോൾ ആ കോഴിമുട്ട കഴിച്ചിട്ട് ഇതിനകത്ത് ഈ നമ്മൾ കണ്ട മാളങ്ങളിലൊക്കെ അത് കക്കിയിരിക്കുന്നു, ഒമക്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയത് ചിലപ്പോൾ സ്ഥിരം ആണെങ്കിലോ ആണ് ഞങ്ങൾ ഈ മാളം പൊളിച്ചത്. മാളത്തിൻ്റെ എൻഡ് ഇവിടെ എത്രയും വെട്ടി പൊളിച്ചു, 1-2 പേരുടെ സഹായം ഉണ്ടായി. അപ്പോൾ നമ്മൾ ആ മാളത്തിൻ്റെ എൻഡ് കണ്ടു കഴിഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു.